സംസ്ഥാന മാധ്യമങ്ങളിൽ ഒട്ടുമിക്ക സർവേകളിലും പറഞ്ഞിരുന്നത് കണ്ണൂരിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായ KPCCയുടെ അധ്യക്ഷനായ കെ സുധാകരൻ പരാജയപ്പെടും എന്നു തന്നെയായിരുന്നു. പക്ഷേ സർവേ ഫലങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വലിയ വിജയം തന്നെയാണ് കെ സുധാകരൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നേടിയെടുത്തത്. വിജയം വളരെ നല്ലതാണ്, വിജയിച്ചതിൻ്റെ ആഘോഷങ്ങളും ശരിയാണ്. പക്ഷേ വിജയാഘോഷത്തിന് ഒരു അതിര് വേണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നലെ കെ സുധാകരൻ്റെ അനുയായികൾ മട്ടന്നൂരിൽ നടത്തിയ ഒരു വലിയ ആക്രമണത്തെ പറ്റിയിട്ടാണ് പ്രധാനമായും പറയുവാനുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് രാത്രിയിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ്റെ വിജയാഘോഷത്തിൻ്റെ ഇടയിലാണ് മട്ടന്നൂരിലെ കോടോളിപ്പുറത്തിന് സമീപമുള്ള ജിബിൻ പുളിയക്കോടൻ എന്ന മാധ്യമപ്രവർത്തകൻ്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത്. സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി 7:30 വിജയാഘോഷത്തിൻ്റെ ഭാഗമായി പടക്കം എറിയുകയാണെന്ന് കരുതി പുറത്തിറങ്ങിയപ്പോഴാണ് വീട്ടുകാർക്ക് നേരെയും സ്ഫോടക വസ്തു കത്തിച്ച് എറിഞ്ഞത്. എന്നാൽ ആ തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. സമീപത്തെ മരത്തിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. മരത്തിൽ നിന്നും പൊട്ടിയതിനാൽ ഇലകളെല്ലാം കരിഞ്ഞ നിലയിലായിരുന്നു പൊഴിഞ്ഞു വീണത്. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. വീട്ടുകാർ മട്ടന്നൂർ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തു. ഇന്നലെ ഈ ഇലക്ഷൻ കൗണ്ടിംഗ് നടന്ന ഏതാണ്ട് ഒരു 7:30 നമ്മൾ വീട്ടിനകത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 3 അംഗ സംഘം ബൈക്കിലെത്തുകയും അവർ വീട്ടിനകത്തേക്ക്, അതായത് കോമ്പൗണ്ടിനകത്തേക്ക്, വീട്ടിൻ്റെ പോർച്ചിലേക്ക് ഈ മാലപ്പടക്കം കത്തിച്ചെറിയുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശബ്ദം കേട്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. വീട്ടിന് മുന്നിൽ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പ്രായമുള്ള ആളാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഈ മാലപ്പടക്കം ചറവറ പൊട്ടിയപ്പോൾ പേടിച്ചു. തുടർന്ന് നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ട് വീട്ടിനകത്തേക്ക് എറിയരുത് എന്ന് ആവശ്യപ്പെട്ട സമയത്ത് ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ഒരു അത്യുഗ്ര സ്ഫോടകശേഷിയുള്ളൊരു സംഭവം കത്തിച്ചിട്ട് ഞങ്ങളുടെ നേർക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ അത് ഈ വീട്ടിന് മുന്നിൽ തന്നെ ഒരുപാട് ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മരച്ചില്ലകളിൽ കുടുങ്ങിയിട്ട് അവിടെ വെച്ചിട്ടാണിത് പൊട്ടുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നേരം ഭയങ്കര ശബ്ദം, നമ്മുടെ ചെവിന്നൊക്കെ അടച്ച പോലത്തെ ഒരു അവസ്ഥ. അതുപോലെ ഒരുപാട് ഈ പച്ചിലകളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇളകി വീണു. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര ബ്ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷവും അവർ റോഡിൽ വെച്ചിട്ട് ഒരു സെറ്റ് പടക്കവും കൂടി പൊട്ടിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മുടെ നേരത്തെ എറിഞ്ഞ സാധനം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പടക്കമല്ല, കാരണം അത് അത്യുഗ്ര സ്ഫോടനമായിരുന്നു. ചെവിയൊക്കെ പോയി. അതുമാത്രമല്ല അവിടെ നിന്നുള്ള ഈ ഇലകളൊക്കെ കത്തിയിട്ട് താഴെ വീണിട്ടുണ്ട്, കരിഞ്ഞിട്ടൊക്കെ താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്. തുടർന്ന് നമ്മൾ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു. മട്ടന്നൂർ പോലീസ് മികച്ച രീതിയിൽ ഉള്ള ഒരു സഹായമാണ് വാഗ്ദാനം ചെയ്ത് അവർ പെട്ടെന്ന് തന്നെ എത്തി. തുടർന്ന് ഈ മേഖലയിൽ ഇലക്ഷൻ വിജയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരുന്ന റാലി അവർ നിർത്തിവെപ്പിച്ചു. അതുപോലെ രാത്രി തന്നെ അവർ നമ്മുടെ നൽകിയ സൂചന പ്രകാരം കേസെടുക്കുകയും തുടർന്ന് പരിശോധന നടത്തിയിട്ട് 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ഒരു വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതാണ് അറിഞ്ഞിട്ടുള്ളത്. തികച്ചും ഒരു അപ്രതീക്ഷിതവും അതോടൊപ്പം തന്നെ ഭീതിജനകമായിട്ടുള്ളൊരു ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. ആക്രമണം നടത്തിയ 3 പേരിൽ കണ്ടാലറിയാവുന്ന 2 പേരുടെ വിവരങ്ങൾ വീട്ടുകാർ പോലീസിന് കൈമാറി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ 2 പേരെ മട്ടന്നൂർ പോലീസ് കസ്റ്റഡിയിലും എടുത്തു. കോടോളിപ്പുറം സ്വദേശിയായ VC രാജീവൻ, TV പ്രദീപൻ എന്നിവരെയാണ് പോലീസ് പിടിച്ചത്. 3-ാമന് വേണ്ടി പോലീസ് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. രാഷ്ട്രീയ വിരോധമാണ് ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആക്രമണം നടത്തുന്നത് ശരിയല്ല. വിജയം ആഘോഷിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ മറ്റൊരാളുടെ ശരീരത്തെയോ മറ്റൊരാളുടെ സമാധാനത്തെയോ മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് ആഘോഷങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ശരിയല്ല. വിജയാഘോഷത്തിൻ്റെ ഭാഗമായി പടക്കമെറിഞ്ഞു എന്ന് കരുതി വീടിൻ്റെ പുറത്തേക്ക് ആദ്യം ഇറങ്ങിയെത്തുന്നത് ആ വീട്ടിലെ വൃദ്ധവയോധികയായ ഒരു സ്ത്രീയാണ്. അവരും ഒപ്പം പിന്നാലെ കുടുംബാംഗങ്ങളും എത്തുമ്പോഴാണ് സംഘം പടക്കത്തിനോടൊപ്പം ഈ സ്ഫോടക വസ്തു എറിയുന്നത്. ഭാഗ്യവശാൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള മരങ്ങളിൽ തട്ടി ഈ സ്ഫോടക വസ്തു പൊട്ടുകയായിരുന്നു. ഒരു പക്ഷേ മരത്തിൽ തട്ടിയല്ല ഈ സ്ഫോടക വസ്തു പൊട്ടിയത് എങ്കിൽ സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഇങ്ങനെയായിരിക്കില്ല. കെ സുധാകരനെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ പരാജയത്തിലേക്ക് പോകും എന്ന് കരുതിയ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ BJPയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന പ്രചരണമൊക്കെ കാര്യമായ രീതിയിൽ മട്ടന്നൂരടക്കമുള്ള കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പലയിടങ്ങളിലും ചർച്ചയായിരുന്നു. അതുകൊണ്ട് പരാജയപ്പെട്ടു പോകുമോ എന്ന ഭീതി കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 20-20 നേടണമെന്ന ഉദ്ദേശത്തിൻ്റെ പുറത്ത് കനകോലുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം മത്സരിച്ച MPമാരെ തന്നെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന തീരുമാനത്തിൻ്റെ പുറത്താണ് കണ്ണൂരിൽ കെ സുധാകരനല്ലാതെ മറ്റാരും മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത്. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി KPCC അധ്യക്ഷനായി തന്നെ തുടരാൻ അനുവദിക്കണം എന്നതും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായത്. എന്നാൽ സ്ഥാനാർത്ഥിയായി പരാജയം ഭയന്ന കെ സുധാകരന് ലഭിച്ച വിജയത്തിൽ മതിമറന്നുകൊണ്ടുള്ള ആഘോഷത്തിൻ്റെ പുറത്തുള്ള ആക്രമണത്തിൽ ഒരു പക്ഷേ ജീവൻ വരെ പൊലിയേണ്ട സാഹചര്യത്തിലേക്ക് സംഭവം ചെന്നു നിൽക്കുമായിരുന്നു. എന്തായാലും ഒന്നു മാത്രം പറയാം,
വിജയം നിങ്ങൾക്ക് ആഘോഷിക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു അതിരുണ്ട്. ആക്രമണത്തിൻ്റെ ഭാഷയിലാകരുത് വിജയത്തിൻ്റെ ആഘോഷം.